ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 24-ാം തീയതി ബുധനാഴ്ച ദിവസം 1799 മേടമാസം 11-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 4-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി പ്രഥമ തിഥിയാണ്. നാളത്തെ ഉദ്യാൽപന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച രാത്രി 10:33 ഈ നക്ഷത്രം അവസാനിക്കുന്ന സമയം ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞുള്ള, അതായത് ബുധനാഴ്ച രാത്രി 12:42 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച 42 AM എന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ പറയുമ്പോൾ ബുധനാഴ്ച രാത്രി 12:42 എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച രാത്രി 12 മണി കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ 42 AM എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചോതി നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രം ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. ദേവഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് ചോതി നക്ഷത്രം. അപ്പോൾ ഈ നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വായുവാണ്. അതുപോലെ തന്നെ ഭൂതം അഗ്നിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം നീർമരുതാണ്. രാഹു ദശയിലാണ് ചോതി നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിത പുരോഗതി നേടാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചോതി നക്ഷത്ര ജാതകർ. ഇവർ സത്യവും ന്യായവും വിനയവും ഉള്ളവരാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. വളരെയേറെ നിരീക്ഷണ പാഠവും ബുദ്ധിശക്തിയും വിവേചന ബുദ്ധിയും ഒക്കെ ഇവർക്കുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അത് ജന്മസിദ്ധമായി കിട്ടുന്നതാണെന്നും ജ്യോതിഷം പറയുന്നു. ഇവരുടെ അടുത്ത് സഹായം അഭ്യർത്ഥിക്കുന്നവരെ ഇവർ സഹായിക്കുന്ന മനസ്സുള്ളവരാണെന്ന് പറയുന്നു. എന്നാൽ ചിലപ്പോൾ ഇവർക്ക് നല്ല സുഹൃത്തുക്കളെയും കാപട്യക്കാരെയും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ടെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. സ്ത്രീകൾക്കാകട്ടെ ബന്ധുഗുണം, സൽസന്താന ഭാഗ്യം, സമ്പത്ത്, സൗന്ദര്യം, സ്വഭാവ ഗുണം, വാക്കുകളിൽ മിതത്വം, ഭർതൃഭക്തി, കുടുംബാംഗങ്ങളുള്ള സ്നേഹബഹുമാനങ്ങൾ എന്നിവ ഉള്ളവരാണെന്നും ജ്യോതിഷം ചോതി നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുന്നു. ചോതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യത്തെ ദശാകാലം എന്ന് പറയുന്നത് രാഹു ദശാകാലമാണ്. രാഹു ദശാകാലം 18 വർഷമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരുന്നത്. എല്ലാവർക്കും 18 വർഷം വന്നു ചേരണമെന്നില്ല. വ്യത്യസ്തമായ കാലയളവിലായിരിക്കും വന്നു ചേരുക. അപ്പോൾ ചോതി നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ ആദ്യത്തെ ദശാകാലം രാഹു ദശാകാലമാണ്. ഈ രാഹു ദശാകാലം ചിലപ്പോൾ 15 വർഷമൊക്കെ ഒരു കുട്ടിക്ക് വന്നെന്നിരിക്കും. ചിലപ്പോൾ 17 വർഷവും 6 മാസവും 8 മാസവും 9 മാസവും 10 മാസവും ഒക്കെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഈ രാഹു ദശാകാലം ശോഭനമായ കാലമാണോ ഇല്ലയോ എന്ന് അറിഞ്ഞിരിക്കണം. ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഗ്രഹനില നോക്കി രാഹു അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്ത് ആ ദോഷത്തെ അകറ്റണം. കാരണം അല്ലെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോകും. ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. കുടുംബത്തിലെ ഐശ്വര്യങ്ങൾ ക്ഷയിക്കും. ആ കുട്ടിക്ക് തന്നെ പല വിധത്തിലുള്ള രോഗങ്ങൾ വന്ന് ആ കുട്ടിയുമായി ചികിത്സയ്ക്കായിട്ട് നല്ലതുപോലെ ധനം വാരി എറിയേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ആ കുട്ടിയുടെ ജീവിത കാലത്ത് ആരംഭ ദശാകാലമായ രാഹു ദശാകാലം അനുകൂലമാണോ എന്നു ഗ്രഹനില നോക്കി മനസ്സിലാക്കി അതിൻ്റെ ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്ത് വേണം ആ കുട്ടിയെ വളർത്തി വലുതാക്കുവാൻ എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഇല്ലാത്ത പക്ഷം ആ കുട്ടിയുടെ ജീവിതത്തിൽ രാഹു പല കാര്യങ്ങൾക്കും ദോഷം ചെയ്യും. ആ കുട്ടിയുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടം ഒരിക്കലും ഉണ്ടാകത്തില്ല. എല്ലാ കാര്യങ്ങളിലും ഏത് കാര്യത്തിൽ ചെന്ന് തൊട്ടാലും അവിടെ എല്ലാം തടസ്സവും പ്രതിസന്ധിയുമായിരിക്കും ഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ചോതി നക്ഷത്ര ജാതകർ ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഏത് ദശാകാലത്തു കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. ഇപ്പോൾ 18 വർഷമാണല്ലോ രാഹുവിൻ്റെ ദശാകാലം. 15 വർഷം ഉണ്ടെന്നിരിക്കട്ടെ. 15 വയസ്സ് വരെ ആയിരിക്കും രാഹു ദശാകാലം. അതിനുശേഷം 16 വർഷം വ്യാഴ ദശാകാലമാണ്. അപ്പോൾ 31 വയസ്സായി. പിന്നീട് 19 വർഷം ശനി ദശാകാലമുണ്ട്. 50 വയസ്സായി. അതിനുശേഷം 17 വർഷം ബുധദശാകാലം 67 വയസ്സായി.
പിന്നീട് 7 വർഷം കേതുദശാകാലം 74 20 വർഷം ശുക്രദശാകാലം 94 6 വർഷം സൂര്യദശാകാലം 100 അതിനുശേഷം 10 വർഷം ചന്ദ്രദശാകാലം 110 7 വർഷം കുജദശാകാലം അങ്ങനെ 117 വർഷം കൊണ്ട് അവസാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ജ്യോതിഷം ഈ ദശാകാലത്തെ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കയ്യിൽ ഗ്രഹനില ഉണ്ടെങ്കിൽ ഗ്രഹനിലയിൽ ജനനശിഷ്ട ദശാകാലം എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രകാരം രാഹുവിൻ്റെ ദശാകാലം ഇത്ര വർഷം ഇത്ര ദിവസം ഇത്ര മാസം എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസം എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനോടുകൂടി തൊട്ടടുത്ത ദശാകാലമായ വ്യാഴ ദശാകാലം കൂട്ടുക. അങ്ങനെ ഓരോ ദശാകാലം കൂട്ടി വന്നാൽ ഇപ്പോൾ ഏത് ദശാകാലത്തൂടിയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചോദ്യ നക്ഷത്ര ജാതകർ തീർച്ചയായിട്ടും രാഹുവിൻ്റെ ദശാകാലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. രാഹു ഗ്രഹനിലയിൽ ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കാര്യം വ്യക്തമായി അറിഞ്ഞിരിക്കണം. പിന്നീട് ശനിയുടെ ദശാകാലവും അവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം മുമ്പോട്ട് കൊണ്ടുപോകാൻ. കാരണം ശനിയുടെ ദശാകാലം ചിലപ്പോൾ അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ ഈ വ്യാഴ ദശാകാലം കൊണ്ട് നേടുന്നതെല്ലാം ശനിയുടെ ദശാകാലത്ത് നഷ്ടമായി പോകും. അപ്പോൾ ശനിയുടെ ദശാകാലം ഓരോ അപകാര സമയവും നല്ലതാണോ അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ നോക്കി മനസ്സിലാക്കി ദോഷമാണെങ്കിൽ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വ്യാഴാഴ്ച ദിവസവും ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങൾ ദർശിക്കുക. അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അങ്ങനെയുള്ള മഹാദേവ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ചോദ്യ നക്ഷത്ര ജാതകരോട് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഈ അധ്യായത്തിലെ അടുത്ത വിഷയം എന്ന് പറയുന്നത് നാളത്തെ നക്ഷത്ര ദിവസം ചോദ്യ നക്ഷത്ര ദിവസമാണ്. ആർക്കൊക്കെ അനുകൂലമാണെന്ന് ചിന്തിക്കാം. അവിട്ടം ചതയം തിരുവാതിര പുണർതം ഉത്രം മകം ചിത്ര എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അവിട്ടം ചതയം തിരുവാതിര പുണർതം ഉത്രം മകം ചിത്തിര എന്നീ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് ആയില്യം പൂരം അത്തം രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണ്. ആയില്യം പൂരം അത്തം രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പോൾ നാളത്തെ ദിവസം ഒരു ജോലിക്ക് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ഇപ്പോൾ നാളത്തെ ദിവസം ആയില്യം പൂരം അത്തം രോഹിണി എന്നീ നാളുകാർ ഒരു ജോലിക്ക് അപേക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം അത് ചെയ്യരുത്. പ്രതികൂലമായ ദിവസമാണ്. അതിന് ഉദ്ദേശിച്ചതായ ഫലം ലഭിക്കത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഏർപ്പെടുന്ന പല കാര്യങ്ങളും ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, പരാജയം പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ജ്യോതിഷം പറയുന്നത്. ഇനി നാളെ ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. സാധാരണ ജീവിതാനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ്. ശുഭസമയം പറഞ്ഞു തരാം. രാവിലെ 6:18 മുതൽ 10:48 വരെ ശുഭസമയമാണ്. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് 1:48 മുതൽ 4:48 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയാൻ പോകുന്നത്. നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി 24 24 എന്ന തീയതി ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ ചെയ്യേണ്ട കാര്യം, അതായത് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നതെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ നിരാശപ്പെടാതെ അതിന് പരിഹാര മാർഗമായിട്ട് കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലങ്ങളൊക്കെ മാറി നല്ല അനുഭവങ്ങളായി വന്നു ചേരുമെന്നാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ട് കടുന്നീല, പച്ച, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നിറങ്ങൾക്ക് മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട് എന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ പേരിൽ UVW എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നും സംഖ്യാ ജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ കാര്യങ്ങൾ ചെയ്യുക, ജീവിത വിജയം നേടുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും പറയുന്നത്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്, ജ്യോതിഷപരമായ അറിവുകളാണ്. ജീവിത വിജയത്തിന് വേണ്ടി ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നല്ല രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകുന്നതിന് നിത്യവും കേൾക്കാവുന്ന ഒരു ജ്യോതിഷ പരമ്പരയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജിൻ്റെ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പര. അപ്പോൾ പ്രതിസന്ധിയിലാകപ്പെട്ട് ജീവിതം തകർന്ന് താറുമാറായി കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് നല്ലൊരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായി തീരുവാൻ തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്
ഈ ജ്യോതിഷ പരമ്പര. എങ്ങനെ ജീവിക്കണം, എങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം, എപ്പോൾ നല്ല അനുഭവങ്ങൾ വന്നു ചേരും, എപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ദൈനംദിനം പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് ഈ ജ്യോതിഷ പരമ്പര. അതുകൊണ്ട് മുടങ്ങാതെ കേൾക്കുക. ജീവിതത്തിൽ ജ്യോതിഷം നിർണായകമായ സ്വാധീനം, അറിവ് മുഖേനയുള്ള സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളത് അറിയുക. അതുപോലെ തന്നെ 27 നക്ഷത്ര ജാതകർക്കും വേണ്ടി അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ സർവൈശ്വര്യ പൂജ ചെയ്തു കൊടുക്കുന്നുണ്ട്. 100 രൂപയാണ് എൻ്റെ ഫീസ്. താല്പര്യമുള്ളവർ ഇതിൽ പങ്കാളികളാകുക. ഈ മാസം 28-ാം തീയതി ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ രാഹുകേതു ദോഷപരിഹാര പൂജയും അതോടനുബന്ധിച്ച് പലവിധമായ വിഷയങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് അവരുടെ വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ദോഷപരിഹാര പൂജയും ചെയ്യുവാൻ വേണ്ടി ഞാൻ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ രാഹുകേതു ദോഷപരിഹാരം ചെയ്യണമെന്ന് രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ 1500 രൂപ അയച്ചു തരിക. അവരുടെ പേര്, നാളെ, മേൽവിലാസം, കൃത്യമായ മേൽവിലാസം, തൊഴിൽ എല്ലാം എനിക്ക് വാട്സപ്പിൽ കൂടി ചെയ്തു തരിക. അവിടെ ആ ക്ഷേത്രത്തിൽ നടത്തുന്ന സഹസ്രനാമ കുങ്കുമാർച്ചനയിൽ കിട്ടുന്ന കുങ്കുമം കൊറിയറായിട്ട് അയച്ചിരുന്നതുമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക. അപ്പോൾ ഇനി ഈ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ നാളെ ഏത് വിധത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഒരു സൂചനയായിട്ടാണ് പറഞ്ഞു തരുന്നത്. അത് നല്ലൊരു കാര്യമാണ്. നാളത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങളാണോ പ്രതികൂലമായ അനുഭവങ്ങളാണോ വരാനിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു അറിവ് കിട്ടുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ മേഖലകളിലും അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ അറിവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഷെയർ മാർക്കറ്റിംഗ്, നാളത്തെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലും നാളെയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ ജ്യോതിഷപരമായ ഒരറിവാണ് പറഞ്ഞു തരുന്നത്. ആരെ ഭയപ്പെടുത്തുവാനോ വേദനിപ്പിക്കുവാനോ ഉള്ളതല്ല. അത് കേട്ടാരും ഭയപ്പെടരുത് എന്നും കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ദിവസമാണ്. എങ്കിലും ചിലരെയൊക്കെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖത്തിൽ കുറവരും ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അത്ര ഗുണകരമാകുകയില്ല. പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസം, ധനപരമായ കടബാധകളൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ അനുകൂലമാണ്. നാളെ ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കാര്യവിജയം ഉള്ള ദിവസമാണല്ലോ. അപ്പോൾ ഇത്രയുമാണ് മേടക്കൂറുകാരുടെ നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അവർക്ക് സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബസുഖം അനുകൂലമായ ദിവസമാണ്. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ധനപരമായ നേട്ടങ്ങൾ ഒരു പരിധിവരെ അവരെ തുണയ്ക്കുന്ന ദിവസമാണ്. ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാനുണ്ട്. ചിലർക്ക് ശത്രുത വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ബന്ധുക്കളുടെ ശത്രുത പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കാര്യവിജയം ഏറെക്കുറെ ഉണ്ടാകുന്ന ദിവസമാണ്. നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല പുത്രാദികൾ എന്നിങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. കലാകാരന്മാരൊക്കെ ശോഭിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊക്കെ ഏകദേശം അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്. ദാമ്പത്യ ജീവിത വിജയം അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. രോഗം, ദുഃഖം, കടം, പ്രയാസങ്ങളൊക്കെ ചെറിയ രീതിയിൽ അലട്ടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി നാളത്തെ ദിവസം അനുകൂലമാണ്. ധനസ്ഥിതിയും നാളത്തെ ദിവസം അനുകൂലമാണ്. ബന്ധുക്കൾ ശത്രുക്കളായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കാര്യവിജയം പ്രതീക്ഷിക്കാത്ത ദിവസമാണ്. അതുപോലെ തന്നെ ഈ നാളുകാരായിട്ടുള്ള ചിലർക്കൊക്കെ നാളത്തെ ദിവസം സമ്പത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഒക്കെ വാങ്ങിക്കുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുകയും ഇവർക്ക് അറിവുകൾ മുഖേന പണ്ഡിതരായി ശോഭിക്കുവാനുമൊക്കെ കഴിയുന്നൊരു ദിവസമാണ്.
പണത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയമായില്ലെന്ന ആളുകാർക്ക് നാളത്തെ ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. എങ്കിലും കുടുംബസുഖം അവർക്ക് പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി ഏറെക്കുറെ അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ചെറിയ രീതിയിൽ അലട്ടുമെന്നുള്ളതല്ലാതെ കാര്യമായ ദോഷമൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. തൊഴിലിടങ്ങളിൽ ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബന്ധുജനങ്ങളുടെ ശത്രുതയും വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ അവരെ തേടി വരുന്ന ദിവസമാണ്. കലാകാരന്മാരൊക്കെ ശോഭിക്കും. നല്ല പ്രാസംഗികന്മാരൊക്കെ ആയിത്തീരും. ശാസ്ത്രകാരന്മാർ ശോഭിക്കും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയവും സൽഗുണ സമ്പന്നനെ പോലെ പ്രവർത്തിക്കുന്ന ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമില്ലെങ്കിലും ഏറെക്കുറെ അനുകൂലമായ സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്നു. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി അനുകൂലമായ ദിവസമാണ്. ധനപരമായ സ്ഥിതി നാളത്തെ ദിവസം അത്ര മെച്ചമല്ല. എന്നാൽ വ്യാപാരികളെ സംബന്ധിച്ചോളം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ബന്ധുക്കളുടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. നാളത്തെ ദിവസം വ്യാപാരികളെ സംബന്ധിച്ചോളം അവർ പ്രശസ്തരാകുകയും വ്യാപാര വിജയം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. ചിലർക്ക് നാളത്തെ ദിവസം ജീവിതത്തിൽ സുഖസൗകര്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് എന്നുള്ളതാണ് നാളത്തെ നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖത്തിൽ കുറവരും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ വലിയ നേട്ടമുള്ള ദിവസമല്ല. ധനസ്ഥിതിയും വലിയ അനുകൂലമായ സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്ന ദിവസമല്ല. ബന്ധുക്കളുടെ ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യവിജയം ഏറെക്കുറെ അനുകൂലമായി പോകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലർക്കൊക്കെ നാളത്തെ ദിവസം കലാകാരന്മാരായിട്ടുള്ളവർക്ക് നാളത്തെ ദിവസം ശോഭിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ചിലർക്ക് വിദ്യാഗുണവും ബുദ്ധിശക്തിയും ഒക്കെ അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖം അവർക്ക് നാളത്തെ ദിവസം കുടുംബസുഖം അത്ര മെച്ചമായ ദിവസമല്ല. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതിയും അത്ര അനുകൂലമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസം ഒക്കെ അനുഭവത്തിൽ നിലനിൽക്കുന്നു. തൊഴിൽപരമായി പ്രതികൂലമാണ്. ധനസ്ഥിതിയും ഏറെക്കുറെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. ബന്ധുക്കളൊക്കെ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ട്. കാര്യവിജയം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമല്ല. ശത്രുത മൂലം പല കാര്യങ്ങൾക്കും അവർക്ക് തടസ്സമുണ്ടാകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാല, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമല്ല. കുടുംബജീവിത സുഖത്തിൽ കുറവരും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരും. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അലട്ടുന്നൊരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടം അവർക്ക് ഉണ്ടാകുമെങ്കിലും കാര്യമായ ഫലത്തെ ലഭിക്കുകയില്ല. ധനസ്ഥിതി അത്ര മെച്ചമായ സ്ഥിതിയല്ല. ധനത്തിന് ക്ലേശിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി വന്നു ചേരത്തില്ല. ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ അവരുടെ തൊഴിലിടങ്ങളിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. അങ്ങനെ കാര്യവിജയം ഏറെക്കുറെ തടസ്സപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും അവർ കടന്നു പോകുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അല്പം സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി അവർക്ക് നാളത്തെ ദിവസം ഏറെക്കുറെ അനുകൂലമായി സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണ്. പിതാവിൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ അവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായി അവർക്ക് അനുകൂലമായ ദിവസമാണ്. എങ്കിലും ധനസ്ഥിതി വലിയൊരു നേട്ടത്തെ കാണിക്കുന്നില്ല. ബന്ധുക്കളുടെ സ്ഥിതി അനുകൂലമാണ്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം ചിലരൊക്കെ ജീവിതത്തിൽ
ചിലരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു ധനനേട്ടത്തെ പ്രതീക്ഷിക്കാം. ചിലർക്കത് വന്നു ചേരണമെന്നില്ല. കാരണം നാളത്തെ ദിവസം അവർ ജനിച്ച സമയത്തിൻ്റെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാല്, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥതേന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത സുഖം പ്രതീക്ഷിക്കാം. മാതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അല്പം പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ചെറുതായിട്ട് അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടമാണ്. ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമായ ഫലത്തെ കാണിക്കുന്നു. ബന്ധുക്കളുടെ സഹകരണം പ്രതീക്ഷിക്കാം. കാര്യവിജയം ഏറെക്കുറെ അനുകൂലമായ സ്ഥിതിയിൽ കൂടി കടന്നു പോകുന്നു എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പുരട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥതേന്മ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്നതാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. തൊഴിൽപരമായ നേട്ടമുള്ള ദിവസമാണ്. ധനസ്ഥിതി ഏറെക്കുറെ അനുകൂലമായ സ്ഥിതിയിൽ കൂടി പോകുന്നു. ബന്ധുക്കൾ ശത്രുക്കളായി തീരുവാൻ സാധ്യതയുണ്ടെങ്കിലും കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാം. നാളത്തെ ദിവസം എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളൊരു ദിവസമാണ്. ധനനേട്ടം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല സഹകരണം, അതുപോലെ തന്നെ പിതാവിനെ സ്നേഹിക്കുന്ന ദിവസം, ഗാനരചയിതാവ്, ഗായകരൊക്കെ ശോഭിക്കുന്ന ദിവസം, കലാകാരന്മാർ ശോഭിക്കുന്ന ദിവസം, അങ്ങനെ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല മനസ്സും നല്ല പ്രവൃത്തികളും നല്ല ആശയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സുഖം, സ്വസ്ഥ, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖമുണ്ട്. ദാമ്പത്യ ജീവിത സുഖം അല്പം കുറവാണെങ്കിലും അനുകൂലമായ സ്ഥിതിയിൽ കൂടിയൊക്കെ കടന്നു പോകും. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. രോഗം, ദുഃഖം, കടം, പ്രയാസമൊക്കെ ചിലരെ അലട്ടുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായ നേട്ടമുണ്ട്. ധനസ്ഥിതിയും അനുകൂലമാണ്. ബന്ധുക്കളുടെ സഹകരണമൊന്നും കാര്യമായി വന്നു ചേരുന്ന ദിവസമല്ല. കാര്യവിജയവും ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ. അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം മീനക്കൂറിൽപ്പെട്ട പുരട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തുകയാണ്. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.